ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ന്യൂ ഇയർ ഒക്കെ അല്ലേ, ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ആഗ്രഹം. ഇപ്പം ഓവനും ബീറ്ററും ട്രേ ഒന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. എങ്കിലും നമ്മൾ ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഗോൾഡൻ മുന്തിരി, കറുത്ത മുന്തിരി, പിന്നെ ബദാം, വാൾനട്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, ഇനി ടൂട്ടി ഫ്രൂട്ടി, മിക്സഡ് ജാം 1 ടീസ്പൂണ്, 5 കരയാമ്പു പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര കാരമല് ചെയ്യണ്ടേ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മൈദ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 ഗ്ലാസ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലൊരു 1/2 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു പാന് നമ്മൾ അതിലോട്ട് നമുക്ക് കാരമല് ചെയ്യാനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടൊരു 2 ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം മെൽറ്റായി വരുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ നമുക്ക് കാരമല് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വെള്ളം ചെറു ചൂടായ വെള്ളം കേട്ടോ. അപ്പോൾ 15 വരുമ്പോൾ ചെറു ചൂടായ വെള്ളം നമുക്ക് ഇതിലൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, കുറച്ച് നീങ്ങി നിന്ന് ഒഴിക്കണം. ഇനി അവനെ നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് കട്ടൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കരയാമ്പൂ ഒരു 5 എണ്ണം പൊടിച്ചെടുത്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിനെ നമുക്കെടുത്ത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് മൈദ ഒരു 1.5 ഗ്ലാസ് നമ്മൾ എടുത്തുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവൻ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് നമുക്ക് മൈദയിൽ കോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മൈദ നമ്മൾ കേക്കിൽ ആഡ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ മൈദ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പാനിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി മൈദയും കൂടി കുറച്ചും കൂടി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം കൂടി ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്തിട്ട് ഇവനെ മാറ്റി വെക്കണം കേട്ടോ ഒരു സൈഡിലോട്ട്. പിന്നെ വേറൊരു പാൻ എടുത്ത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഇതിൻ്റെ മേലെയാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. പിന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതിലോട്ടൊരു 5 കരയാമ്പൂ, 4 കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടല് 1 ഗ്ലാസ് പഞ്ചസാരയാണ്. 1/2 ഗ്ലാസ് നമ്മൾ കാരമൽ ചെയ്തെടുത്തു, 1/2 ഗ്ലാസ് നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മുട്ട നമ്മളെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് നന്നായിട്ട് മിക്സിയിലെ ജാറിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പൊടിച്ച പഞ്ചസാരയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് ഒരു ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ മിക്സിയുടെ ജാറിലോ ഈ പാത്രത്തിലോ ഒന്നും തീരെ വെള്ളം പാടില്ല കേട്ടോ. തരി പോലും നനവ് ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. മൈദ നമ്മൾ കുറച്ച് ഈശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഒരേ ഡയറക്ഷനിലോട്ട് നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ, അതും ശ്രദ്ധിക്കണം.
ബാക്കിയുള്ള മൈദയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഡയറക്ഷനിൽ മാത്രം നമുക്ക് ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ ഡയറക്ഷനിലോട്ടായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പപ്പടക്കോലോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എയർ ബബിൾസിനെ കളയാം കേട്ടോ. ഇനി ഇവനെ നമുക്ക് ചൂടായിരിക്കുന്ന ആ പാനിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിലാണ് നമ്മൾ ഈ ചാനൽ കേട്ടോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുക. ഇനി ഇവനെ നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഒരു ഹോൾ ഉണ്ടായിരിക്കുമല്ലേ മൂടിക്ക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പോ എന്ന് വെച്ച് നമുക്കതിനെ ക്ലോസ് ചെയ്യാം. ഒരു 45 മിനിറ്റ്സ് നമുക്കിത് തൊടാതെ വയ്ക്കാം കേട്ടോ. 45 മിനിറ്റ്സ്. അപ്പോൾ അതാ പൊങ്ങി വരുന്നുണ്ട് ചെറുതായിട്ട്, നമുക്ക് കാണാം. തൊടരുത് കേട്ടോ പാത്രം 45 മിനിറ്റ്സ്. ചെറിയ ലോ ഫ്ലെയിം ആയിരിക്കണം, അതും ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ്സ് നമുക്ക് ഇവനെ അങ്ങനെ തന്നെ വിട്ടു കൊടുക്കാം. അപ്പം നമ്മളെ കേക്ക് ഇതാ പൊന്തി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇവനെ വെന്തിട്ടുണ്ടോ എന്ന് ചെറുതായിട്ട്, ഞാൻ പപ്പടക്കോല ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ സ്റ്റിക്കി ആണെങ്കിൽ വെന്തിട്ടില്ല, സ്റ്റിക്കി അല്ല, വെന്തെന്ന് ഉറപ്പായിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇവനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് മുറിക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാനത് മുറിക്കുമ്പോൾ ചൂടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടിയിട്ടില്ല. നിങ്ങൾ നന്നായിട്ട് തണുത്തതിന് ശേഷം അതിന് മുറിച്ച് ഉപയോഗിക്കുക. നല്ല ടേസ്റ്റും സൂപ്പറായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുക. പിന്നെയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പികളായിട്ട് നമ്മൾ വീണ്ടും വരും. എല്ലാവരും പോയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുക. താങ്ക് യു വെരി മച്ച്.